എന്താ കുഞ്ഞാറ്റ കൊറേ നേരമായില്ലോ നിക്കണു, എന്താ ഭഗവാനോട് പറയണേ? ഉയ്യോ, ചേട്ടൻ കേൾക്കുമ്പോ ഈ കുരുവലാവൂലോ. നോക്കട്ടേട്ടാ, ആരോടും പറയണ്ട, നാളെ എന്തെങ്കിലും ചെയ്യാം ട്ടാ. ഉണ്ണേട്ടാ, നമ്മുടെ കൃഷ്ണന്റെ വിഗ്രഹം കാണാനില്ലല്ലോ. അത് അവിടെ ഉണ്ടാവും, അല്ലാണ്ട് എവിടെ പോവാനാ? ഞാൻ ഇവിടേക്ക് നോക്കി കാണാനില്ല. സതീശ, നീ കണ്ടു ഇവിടെ? കൃഷ്ണ കാണാനില്ലല്ലോ, എവിടെയാ പോയി ഒളിച്ചിരിക്കണത്? വിഷയായിട്ട് കോലി മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലാതെ. അജപ്പാ, നീ ഇപ്പൊ പൊക്കോ. ഇവിടെ കണി കാണാൻ കൃഷ്ണന്റെ വിഗ്രഹം കാണാണ്ടിരിക്കുക. നിങ്ങൾക്ക് വിഷുവില്ലേ സംക്രാന്തി ഇല്ലേ, തോറ്റായിട്ട് തരൂല്ലേ? നമുക്ക് ചേച്ചി തന്നെ ആശ്രയമുള്ളൂ. ചേച്ചി എന്തെങ്കിലും ഉണ്ടോ? അപ്പാ നമുക്ക് എത്ര വേണ്ടേ? ഞാൻ വിൽക്കാനും ഞാനും വരെ കഴിക്കുന്ന ആളാ. അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ പോയി അയാൾ വിഷുവിനും സംക്രാന്തിക്കല്ല ഒരു കാര്യത്തിനും തരില്ല. അയാള് എന്നും പിശുക്ക സ്വഭാവ കള്ളപ്പരിധി. ഈയുള്ള കാരണം ഈ കാര്യങ്ങൾ രക്ഷപ്പെട്ടു പോയി. ഇന്നിപ്പോ അയാൾ എന്താ പറഞ്ഞേ? അവിടെ എന്താ കൃഷ്ണന്റെ വിഗ്രഹം കാണാനില്ലാന്നോ വെച്ചോടത്തെ കാണാനില്ലെന്നോ അവിടെ അന്വേഷണവും കാര്യങ്ങളാ. നാളെ വായോ എന്നൊക്കെ പറയണം, ഒന്നും നടക്കില്ല. കൃഷ്ണന്റെ വിഗ്രഹോ? ആ പണിയില്ലാത്ത ആ ചക്ക അവിടെ ഇരിക്കുന്നില്ലേ? ഭഗവാനല്ലത് എന്തും കൊണ്ടുപോകേണ്ടി നിൽക്കുന്നത്. ആ പണിയിലൊക്കെ കഴിയുന്ന അവ സ്വപ്പിന്റെ അവസരം ഇട്ടിട്ട് അകത്ത് എവിടെയെങ്കിലും പോയിരിക്കുന്നതാവും. രാവിലെ അവനെന്തോ പൊഞ്ഞു കൊണ്ടുണ്ട്. ഞാന് ചന്ദ്രന്റെ വീട്ടിലേക്ക് തന്നെ ആവുന്ന തോണ. അങ്ങനെയാണെങ്കിലേ ഞാനൊന്ന് അവനെ പിടിപ്പിച്ചിട്ട് വരണം. നീ വരണ്ട? ഞാൻ എങ്ങടും വരില്ല. എനിക്ക് ഈ സമയത്ത് തന്നെ ഒരു വിഷ്കച്ചവടം. ഉണ്ണേട്ടോ, നിങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. വിഗ്രഹം ഞാൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കൊണ്ട് വരൂ. എന്താ പറഞ്ഞേ? എന്റെ വിഗ്രഹം കിട്ടിയാ? എവിടെ എന്റെ കൃഷ്ണൻ? അതൊക്കെ ഉണ്ട്. ആ പണിയില്ലാത്ത സാധിച്ചില്ലേ അതിനകത്ത്? അവ ആ ചന്ദ്രന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടേ ആ സാധനം വിറ്റ് കാശ് മേടിച്ചിട്ട് അവൻ കള്ളു കുടിക്കാൻ. സതീശൻ നിങ്ങളെന്താ ഈ പറഞ്ഞത് സത്യമാണോ? ഞാനൊന്നും ഇങ്ങോട്ടില്ല. അവനോ? അവനെങ്ങനെ വരിക? അവനിൽ എടുത്തു കൊടുത്തോ അവിടെ? സതീശ, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. വാഴ അങ്ങോട്ട് പെട്ടോട്ട് എടുത്തോ. വാട കഴിച്ചാ നമുക്ക് അവിടെ പോയി നോക്കാം. കൈയോടക്കാൻ തന്നെ കാര്യങ്ങൾ അറിയാലോ. ഞാനേ ഭാരതേട്ടന്റെ വീട്ടിലും ലളിതേച്ചിയുടെ വീട്ടിലും ഇവിടെ കുമാരേട്ടന്റെ വീട്ടിലും മാൽചേച്ചിയുടെ വീട്ടിലൊക്കെ പണിയണ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തില് ഹൈദരാബാദിലേക്ക് വിരുപ്പാക്ക ദേശത്ത് നിന്ന് ഞാൻ കുതിര കെട്ടാനൊക്കെ ആയിട്ട് അങ്ങോട്ട് വിട്ടിട്ടൊക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ ഉഷാറായി, ഒരുവിധമുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ ഒരു ജയൻ, ഒരു കുമാരൻ, പിന്നെ അനിയേട്ടയ്ക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഒരാളാണ്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. പിന്നെ കുമാരേട്ടന്റെ വീട്ടിലൊക്കെ ഞാൻ ചെല്ലാറുമുണ്ട്. ചിലവർക്ക് ഭാഗ്യമില്ലാത്തതിന് ആരും ഇരിച്ച പാകം. എല്ലാവരും കൂടി എന്താ ഈ നേരത്ത്? ഉണ്ണേട്ടാ, ഇത് എന്താ ഇവന്നെ കൃഷ്ണന്റെ വിഗ്രഹം അവിടെ വെച്ചേ? എത്ര രൂപ കൊടുത്തവന്? നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷ്ണന്റെ വിഗ്രഹമല്ലേ കാണേണ്ടത്. നിങ്ങൾ എന്റെ കൂടെ വരൂ. ഇതല്ലേ നിങ്ങളുടെ കൃഷ്ണന്റെ വിഗ്രഹം? ഇതേ ഇരിക്കുന്നു. കുറെ നാളായി രാജേച്ചി മോള് പറയണു അവിടെ കൃഷ്ണന്റെ നല്ലൊരു വിഗ്രഹം ഇരിക്കുന്നുണ്ട്, ഇത് കൊണ്ടുവരണം എന്ന്. സതീശൻ കൊടുന്ന എന്താണ് ആ വിഗ്രഹം കണി വെച്ചോളൂന്ന് പറഞ്ഞിട്ട് വിൽപ്പന തിരക്കിന് ഞാൻ പറയാൻ മറന്നതാ. വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, അതുണ്ടായത്. തന്റെ എനിക്ക് ഇപ്പോഴാണ് സമാധാനായത്. എനിക്ക് കൃഷ്ണൻ എനിക്ക് എന്റെ പ്രാണനാണ്. എന്റെ മോളുടെ സന്തോഷം കണ്ടോ? ആ വിഗ്രഹം കൊടുന്ന് വെച്ചപ്പോ തൊട്ട് തുടങ്ങിയിരിക്കണ ഇപ്പാണ് കുട്ടി. അവള് കണി കണ്ടു കഴിഞ്ഞ ഏത് പാതിരക്കായാലും ഞാൻ അപ്പൊ തന്നെ അതവിടെ എത്തിക്കാം. തങ്കേ, കണി കണ്ടിട്ട് പിന്നെ പുലർച്ചയ്ക്കൊന്നും എന്റെ വീട്ടിലേക്ക് കൃഷ്ണനെ കൊണ്ട് വരണ്ട കേട്ടോ. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ കൃഷ്ണനെ കാണാൻ ഞാൻ ഇവിടേക്കാ വരെ എല്ലാവരും. പൈസ എല്ലാവരും കള്ളനാന്ന് പറഞ്ഞ് ഞാൻ തെറ്റിദ്ധരിച്ചു.
എന്നോട് ക്ഷമിക്കട്ടോ. സതീഷ് മാമ കള്ളനല്ലേ, സതീഷ് മാമ പാവാ. കുഞ്ഞാറ്റെ സന്തോഷായില്ലേ? സതീശ മാമൻ ഭഗവാനെ തരാന്ന് പറഞ്ഞു, തന്നില്ലേ? നിങ്ങളുടെ കയ്യിൽ നിന്ന് കണി കണ്ടോ കേട്ടാ.